കാണണം എന്നൊക്കെ. അത് രണ്ട് ഭംഗിന്നാണ്. ഹസ്ബൻഡാണെങ്കിൽ ഹാൻസ് വരുന്നവരെ കാണണം, മക്കളാണെങ്കിൽ കുട്ടപ്പന്മാരൊന്ന് ക്യൂട്ട് ആ ചെറുതാണ് ഇങ്ങോട്ട് കിടക്കണം ചാടി ചാടി പണ്ണിന്റെ പോലെ ഒരു റാബിറ്റ് വൈറ്റ് റാബിറ്റ് ചാണ്ട പോലെ സീറ്റാ പറ്റുന്നതാണ്. മറ്റാണ് പിന്നെ ലോകം മോഡൽ ഡിസൈൻ ചെയ്തതാണ് അല്ലേ? എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നത്. അതെ, എന്താണ് VCO ശരി. സാധാരണ ലേഡീസിനെ പോലെ അങ്ങനെ വിന്റർ ഷോപ്പിംഗ് ചെയ്യാത്തതാണ്. ഞാൻ നേരെ പോയി ആ കടയിൽ പോയി വാങ്ങിക്കുന്ന വ്യക്തിയല്ല, ഇങ്ങനെ നോക്കി നടക്കുന്ന വ്യക്തിയല്ല ഞാൻ. അപ്പൊ അവി പറയും അന്ന് അച്ഛൻ ഇങ്ങനെ എത്ര ദൂരം എത്തിയിട്ടുണ്ട്, അമ്മ നമ്മൾ എത്ര പറയില്ല നമുക്ക് പോയാൽ മതി, എത്തിയില്ല. ഞാൻ പറയും ചില ആളുകള് ഭർത്താക്കന്മാര് ഭാര്യയുടെ കൈ പിടിച്ച് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ പറയും ഭാര്യയുടെ കൈ പിടിച്ച് ഇറക്കണ്ട, അതിനോട് ഇത് ദുബായിൽ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ജർമ്മനിയിൽ പോകുമ്പോൾ അത് അവള് കടന്നു ചെയ്യും. അയാളുടെ പേരുടെ അതാണ് എന്റെ കെട്ടിയത്. സ്നേഹികൾക്കൊക്കെ സ്നേഹം ഉണ്ടായി, പക്ഷെ അത് അറിയില്ല, പ്രകടിപ്പിക്കാൻ അറിയില്ല. പിന്നെ കുഴപ്പമില്ല, പണ്ടൊട്ടുണ്ടായില്ല. അത് കാണുമ്പോഴാണ് നമുക്ക്. പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ശരിക്കും പറയണം വൈകാരിന്നൊക്കെ പണ്ടൊക്കെ ആഗ്രഹിച്ചിരുന്നുണ്ടോ 3 മണിക്കൂർ ചേട്ടനെ കൂടെ ഇരുന്ന സിനിമ ഇതൊക്കെ പിടിക്കുന്നില്ല. പിടിക്കുക 3 മണി ചേട്ടനെ കൂടെ ഇരിക്കാനാണ് ഇങ്ങനൊക്കെ ചിന്തിക്കാറുണ്ടാവും. ചേട്ടന് സ്നേഹം തട്ടിപ്പറിച്ച് വാങ്ങാനില്ല, ഡിമാൻഡിങ് കമ്പനി. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ ആ വഴി കണ്ടുപിടിച്ചു. ഇപ്പൊ ഞാൻ പറയട്ടെ, പ്രേമിക്കുന്ന സമയത്ത് സമയമുണ്ട് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ. മണിക്കൂറുകളോടൊപ്പം രാത്രി 10 മണിക്ക് ഫോണിൽ ഉണ്ടാ തുടങ്ങി 5 മണി വരെ സംസാരിക്കാറുണ്ട് ഞങ്ങള്. അപ്പൊ അപ്പൊ ഭയങ്കര സംസാരിക്കും. അത് കഴിഞ്ഞു അതാണ് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. എല്ലാം വീട്ടില് ഞാൻ നോക്കിയെടുത്തോളാം. ഒരു മാൻ വുമൺ, ദേവൻ അസുരൻ എന്ന ദേവൻ മനുഷ്യന് എന്തായിരുന്നു അവിടെ ദേവൻ അല്ല മനുഷ്യന് അവിടെ മകം ഹായ് നമസ്കാരം, എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കും, ഞാനല്ല ഞങ്ങളിവിടെ സുഖമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ആരാന്നറിയാം? ശ്രീദേവിയാണ്. അപ്പോൾ നിങ്ങൾ പലരും നമ്മുടെ കറിവേളിൻ്റെ കമൻസ് വായിച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിയുടെ കമൻറ്റ് കാണാതിരിക്കില്ല. അത് സ്ഥിരം കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ കറിവേളിൻ്റെ ഒരു സ്ഥിരം അംഗമാണ്, കുടുംബത്തിലെ അംഗമായി മാറിയിരിക്കുകയാണ് ആൻറ്റി. ആൻറ്റിയുടെ കമൻസ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റി ഒരു ദിവസം മെയിൽ അയച്ചു. അതിനുശേഷം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു, അങ്ങനെ കൂടുതൽ അടുത്തു. പിന്നെ എനിക്ക് ആൻറ്റിയുടെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് മനസ്സിലായത്. ആൻറ്റിയുടെ പ്രൊഫഷണൽ മനസ്സിലായപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യം തോന്നി. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെട്ട് തരാം. അപ്പോൾ ആൻറ്റി വെൽക്കം പറയാൻറ്റി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇതിലോട്ട് വന്നത്? അതായത് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയിരിക്കുന്ന സമയത്തും എന്ത് ആൻറ്റിക്ക് ടെൻഷനായിരുന്നു ജീവിതത്തിൽ? ആൻറ്റി എങ്ങനെയായിരുന്നു ബേസിക്കലി ആൻറ്റിയുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? ബേസിക്കലി ടെൻഷനായിരുന്നു, പേടിയുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഇല്ലാത്ത കാരണം എല്ലാം തന്നെ ചെയ്യണം, എല്ലാത്തിനും ടെൻഷനായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. എന്നാൽ അവിടുന്ന് പല കാരണങ്ങളും പല ബുക്സ് വായിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ മിഷൻസ് വെച്ച് ചെയ്യാറുണ്ട് ഞാൻ. പിന്നെ എങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മനസ്സിലാക്കിയത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികളിൽ കാണാറുണ്ട്. എനിക്ക് ഉൾപ്പെടെ എനിക്ക് ഈ ക്ലാസ്സിലും പഠിക്കാൻ ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നന്നായി ബുദ്ധിമുട്ട് നല്ല മാർക്ക് കിട്ടും. അടിച്ചിരുന്ന ചീത്ത പറഞ്ഞിരുന്നു, നന്നായി അടിച്ചിരുന്നു, നന്നായി നോട്ട് പറഞ്ഞിരുന്നു, ഇതൊക്കെ ചെയ്തിരുന്ന. ഇപ്പൊ എനിക്ക് ഇപ്പൊ വെരി ഹാപ്പി ഇൻ ലൈഫ്. അത് ഫസ്റ്റ് എനിക്ക് പറയാനുണ്ട്. പിന്നെ വീട്ടിൽ പേരൻസ് കമ്പയർ ചെയ്തു. എൻ്റെ വീട്ടിലാണ് ഞാൻ ചെറുപ്പത്തിൽ പേരൻസ് കമ്പയറിംഗ് ഉണ്ടായിരുന്നു. അതായത് അവൻ ബ്രദർ പഠിക്കും, സിസ്റ്റർ പഠിക്കും, ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ചില ക്ലാസ്സിലും ചില കുട്ടികൾ കാണാറുണ്ട് ഇരിക്കാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അവർ ടീച്ചർ പറയും എനിക്കത് അങ്ങനെ ചീത്ത പറഞ്ഞിട്ട് അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുത്തിട്ട് പിള്ളേർ എത്രയോളം വിഷമിച്ച് പല സീൻസ് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. പിന്നെ പലവരിലും കേട്ടിട്ടുണ്ട് അവരും പഠിക്കാൻ പറ്റാറില്ല, അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് കുറേ ഇഷ്യൂസ്. ഒക്കെ മൊത്തം ലോകത്തിൽ കുറേ ഇഷ്യൂസ് കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാണുന്നത് എനിക്ക് വീട്ടിൽ ചിലപ്പോൾ ഇരിക്കാറില്ല ചിലപ്പോൾ മോൻ, അങ്ങനത്തെ ഒരു ഇഷ്യൂ കണ്ടിരുന്നു. പക്ഷെ നമ്മൾ പഠിത്തത്തിൽ പോയി നോക്കി. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഫ്രണ്ട് പരിചയപ്പെട്ട് എങ്ങനെ ഡോക്ടർ അതിനോട് അവിടെ ഒരു കോഴ്സ് നടക്കുന്നുണ്ട്. ജോസഫ് ആളിൽ നിന്ന് പഠിപ്പിക്കുന്നതാണെന്നാണ്. എന്ത് കോഴ്സായിരുന്നു അത്? അത് മെഡിക്കൽ പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു, കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. പിന്നീടാണ് ലേണിംഗ് ഡിസബിലിറ്റി അങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ ഒരു കോഴ്സാണ് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുവരെ ഇങ്ങനെ ക്ലാസ് കിട്ടാൻ എനിക്ക് മാർഗം കിട്ടിയതായിരുന്നു. പിള്ളേരെ അടിക്കാൻ പാടില്ല, പിള്ളേരെ ഇങ്ങനെ സംസാരിക്കേണ്ട ആ ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഞാൻ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വീട്ടിലായാലും മക്കളെ വഴക്ക് പറയും, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ
എനിക്കറിയാം അവർ പഠിക്കുന്നത് എന്നിട്ടും ഫുൾ മാർക്ക് വാങ്ങണമെന്നുള്ള എനിക്ക് പറ്റാറില്ല, അത് ഞാൻ ചിന്തിക്കണമില്ല. എപ്പോഴാണ് ഞാൻ പേരൻസിനോട് പലരും സംസാരിക്കുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഒരു കാര്യം ജോസഫ് എപ്പോഴും യു ചേഞ്ച്, ഞാൻ പറഞ്ഞു ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്തത് മൊത്തം ക്ലാസ്സിലും എല്ലാവരും പറയും അവർക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്തത് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഗണപത് സ്കൂളിൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഗണപത് സ്കൂളിൽ കല്ലയിൽ കുറച്ച് നാളോട് വർക്ക് ചെയ്തു. അപ്പോൾ അവിടെയും സർവീസായിട്ട് ചെയ്ത് അവിടെയും കുട്ടികൾക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി, എനിക്ക് മാറാൻ തുടങ്ങി. ഞാൻ എൻ്റെ തുടങ്ങി ജോസഫ് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു അവിടെ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ട്രാൻസ്ഫിക്ക് വന്നു. അപ്പൊ അതിന് ക്വാളിഫിക്കേഷൻ അങ്ങനെ ഒന്നും വേണ്ട? ഐ മീൻ അതിന് അങ്ങനെ കോഴ്സ് എടുത്തപ്പോൾ അതായത് സർട്ടിഫിക്കറ്റ് വൈസ് എങ്ങനെയാണ് തന്നിട്ട്? ഞാൻ ആൽബർട്ടോമയൊക്കെ പോയി കോഴ്സ് ചെയ്തിട്ടുണ്ട്. ജോസഫിൻ്റെ കീഴിൽ ആൾഡിയുടെ ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ കുറേ കോഴ്സസ് പ്ലാനത്ത് വന്നിട്ട് പിന്നീട് ഞാൻ ചെയ്തു, ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടും. കാരണം ഇനിയും മാറണം, ഇനിയും പിള്ളേരെ മോട്ടിവേറ്റ് ചെയ്യണം, ഇൻസ്പയർ ചെയ്യണം, പേരൻസിനെ കൗൺസിലിംഗ് ചെയ്യണം. കാരണം പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടി എന്നോട് പറഞ്ഞു റെഗുലർ ടീച്ചിങ് മാത്രം പോരാ, കൗൺസിലിംഗ് വേണം എൻ്റെ കൂടെ. അപ്പോഴാണ് ലയോളയിൽ എൻ്റെ ഫ്രണ്ട് സുഷ കോളേജ് പഠിച്ചൊരു ഫ്രണ്ട് പരിചയപ്പെട്ടു. അവിടെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഉണ്ട്, അവിടെ പോയി അങ്ങനെ തുടർന്ന് കുറേ കോഴ്സസ്. ഫസ്റ്റ് തിങ് NLP ആണ് എനിക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയത്. പിന്നെ ഐ എം ദ മാസ്റ്റർ ഓഫ് മൈ മൈൻഡ്, ഞാനാണ് എൻ്റെ തോട്ട്സ് ഡിസൈഡ് ചെയ്യുന്നത്, ടെസ്റ്റിംഗ് ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഒരാളല്ല. അങ്ങനെ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കാതെ നമ്മൾ സ്വയം മാറ്റാം. പിന്നെ നമ്മുടെ തോട്ട്സ് മാറ്റി ഒരാളെ കുറ്റപ്പെട്ടാൽ നമ്മൾ മാറാൻ നോക്കുക എന്നുള്ളത്. അവിടെ ഡോക്ടർ പറയും ലവ് യുവർ സെൽഫ്. ഞാൻ പിന്നെ ലവ് യുവർ സെൽഫ് അപ്പോൾ ഇങ്ങനെ കണ്ടു ശ്രദ്ധ ചെയ്യും. ഇതിനെ ജോസഫിനോട് ചോദിക്കും യു ചെയ്യുന്ന സാർ എങ്ങനെ ചേഞ്ച് ചെയ്യും, അപ്പോഴും എങ്ങനെയാണ് കാണിക്കും. ഒക്കെ സൈലൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ദൈവമേ ആരെങ്കിലും അപ്പം ദൈവത്തിനെ വിളിക്കും, ദൈവം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഞാൻ എങ്ങനെയാണ് മാറുന്നത്, എങ്ങനെ ഞാൻ എനിക്ക് ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ഒറ്റൊരു ഗോളാണ്. പിന്നെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം, അവർ പഠിത്തമല്ല പ്രൊഫഷണൽ സൈഡല്ല, അവർ ക്രിയേറ്റീവ് സൈഡ് ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് എഫർമേഷൻ ഞാൻ യൂസ് ചെയ്ത് ഐ കോൺഫിഡൻറ്റ് ആയി മുന്നിലേക്ക് നമുക്ക് അതൊരു ദിവസം ഞാൻ മുഴുവനും ഞാൻ പറഞ്ഞപ്പോൾ വൈകുന്നേരം വീണ എനിക്ക് ബ്രില്യൻസ് അല്ല, ഒരു കോൺഫിഡൻസ്, എനിക്ക് എന്തും ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഞാൻ തുടങ്ങി ഈ സജഷൻസ് മൈൻഡിൽ കൊടുത്ത് സബ് കോൺഷ്യസ് ബുക്ക് എന്നെ വായിച്ച് പിന്നീട് ഞാനത് വന്ന് ഹൗ ഡു യു ലവ് യുവർ സെൽഫ്. ഞാൻ ദൈവം ഞാൻ എങ്ങനെ ലവ് ഹൗ ഡു ഐ ഫീൽ ഗുഡ്, ഞാൻ ചെയ്യണ കാര്യം ഫീൽ ഗുഡ് ഇല്ലാതെ യാതൊരു തലയിൽ പോകുന്നില്ല. അപ്പോഴാണ് ലൂസിൻ്റെ ഒരു ബുക്ക് ഹീൽ യുവർ ലൈഫ് എന്നുണ്ട്. അത് അരിച്ച് പറക്കി 2-3 പ്രാവശ്യം വായിച്ച് ഓരോ എഫർമേഷൻസ് ചെയ്ത് ലവ് യുവർ സെൽഫ് കൊണ്ട് തെറാപ്പി എടുത്ത് 3 months. അത് 3 months ശരിക്കും ചെയ്തപ്പോൾ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ എനിക്ക് 100% യെസ് ഐ എം ഹാപ്പി ആൻഡ് ഡൂയിങ് ഗുഡ്. IE എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം, അത് തിങ്കിങ് ഈസ് ഇംപ്രൂവ് ചെയ്യാനും അവരുടെ ഹൗ ടു തിങ്ക്, ഹൗ ടു ഓർഗനൈസേഷൻ, ഒരു പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെ നമ്മൾ പ്രൊഫഷണലായിട്ട് വിടുമ്പോൾ കുട്ടീനെ ലൈഫ് സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ കിട്ടിയിട്ട് പഠിച്ച് തിരിച്ചു വന്ന് ഞാൻ ചെയ്തപ്പോൾ അവരെ എനിക്കൊരു സെർവ് പറഞ്ഞത് ഓർമ്മ എടുക്കുമ്പോൾ മോൻ വളരെ തിങ്ക് ചെയ്യാൻ തുടങ്ങിയത് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന്. അത് വിചാരിച്ച് മനസ്സിലായി ദിസ് ഇസ് വർക്കിംഗ് ഔട്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ അതിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യണം. വയ്ക്കുമ്പോൾ എങ്ങനെ ഒരു ചാർട്ട്, എങ്ങനെ ഒരു പേജ് കാലണ്ടർ ഫ്ലോ അല്ലേ വന്ന് വീണ പോലെ ചെയ്തിട്ട് സാധാരണ വെറുതെ ഒന്നും ചിന്തിക്കുമ്പോഴല്ലേ അവിടെ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ ഉടനെ ഞാൻ എഴുതി എടുക്കുക. അത് ഓരോ സ്റ്റുഡൻസിനെ അങ്ങനെ യൂസ് ചെയ്ത് പിന്നെ അവിടെ വന്നത് ഇവിടെ തൃശ്ശൂർ വന്നു. ചേട്ടൻ ബേസിക്കലി തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. അത് കുട്ടികൾക്ക് കൂടാതെ അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും തീർച്ചയായിട്ടും ഇവിടെ വാർത്തയിൽ വരുമ്പോൾ പേരൻസിനാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ കൗൺസിലിംഗ് ആണ്. കാരണം കുട്ടികളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയില്ല, അത് ചെയ്യില്ല. എൻ്റെ കുട്ടി ഒന്ന് വായിച്ചാൽ എൻ്റെ കുട്ടി എങ്ങനെ എന്താ പറയാ ബാക്കിയുള്ളവരെ പോലെ ആയി കിട്ടിയാൽ മതി, ഇവൻ മാത്രം എന്താ പഠിക്കുക, അവന് പഠിക്കുക. ഈ കമ്പാരിസൺസ് ആണ്. ഇപ്പോൾ എനിക്ക് പലതരത്തിലുള്ള ആൾക്കാരുടെ മെയിലുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈവൻ എന്നോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മക്കൾ പഠിക്കുന്നില്ല, ചേച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, ചേച്ചി ഒന്ന് പറയുമോ ഉപദേശിക്കുകയോ, ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പോൾ അവര് നമ്മളോട് പോലും അത് ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് അത്ര സ്ട്രെസ്ഫുൾ ആണ് ആക്ച്വലി ഇപ്പോഴത്തെ പാരൻസ്. കമ്പാരിസനാണ് മെയിൻ പ്രശ്നം വരുന്നത്. അപ്പോൾ എൻ്റെ മോൻ പഠിക്കുന്നുണ്ട്, ആ കുട്ടികൾ എന്തോരം കഴിവുകൾ ഉണ്ടായിരിക്കും കുട്ടിക്ക്, അതൊന്നും പാരൻസ് കാണുന്നില്ല. ഈ പഠിത്തം 100 മാർക്ക് 99 കിട്ടിയ ഒരു മാർക്ക് എന്ത് കളഞ്ഞു എന്ന് ചോദിച്ചിരുന്ന പാരൻസ് ആണ്. അവരോടൊക്കെ എന്താണ് എനിക്ക് പറയാനുള്ളത്? പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് കുട്ടീനെ ആക്സെപ്റ്റ് വിത്ത് ലവ് എന്ന് പറയും. നമ്മൾ സ്നേഹത്തോടെയാണ് ആക്സെപ്റ്റ് ചെയ്യുക, ഇൻക്ലൂഡിങ് ഹസ്ബൻഡ് ആയി ചിൽഡ്രൻ. അവിടെ നമുക്ക് കംപ്ലീറ്റ്സ് വരില്ല. ഇന്ന് ഞാൻ ആ ഒരു ലെവലിലേക്ക് എന്നെ കൊണ്ടു, അതും ത്രൂ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ. 20 years ആയി ചേർന്നിട്ടാലും ലാസ്റ്റ് 10 years ആണ് ശരിക്കും ഒരു വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയത്. കണക്റ്റിംഗ് ടു ദ ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് എല്ലാം വർക്ക് ചെയ്യുമ്പോൾ റിസൾട്ട്സ് എന്താ പറയുക ഓസം പറയില്ലേ, അമേസിങ് ആൻഡ് ഓസം, പറയാൻ പറ്റാത്ത അപ്പുറത്തേക്ക് ഞാൻ കടന്നുറങ്ങിയെന്ന് തോന്നി. അതുമല്ല ഒരാൾ പറയുമ്പോഴേക്കും എനിക്ക് അവരുടെ ഫീലിംഗ് എന്താണ്. പേരൻസ് വരുമ്പോൾ പിന്നെ പേരൻസിനോട് എനിക്ക് കമ്പയർ ചെയ്തു. നമ്മളിപ്പോൾ കമ്പാരിസനാണ്. ഈ കുട്ടി അവനെ പഠിക്കുന്നത് വിളിച്ചില്ല, പിന്നെ കോൺസെൻട്രേഷൻ ഇല്ല, നടന്നിങ്ങനെ പിന്നെ എപ്പോഴും നമ്മൾ സ്കൂളിൽ പോയാലും എവിടെ പോയാലും അവൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക. എൻ്റെ മോനോ നന്നായി
പഠിക്കുന്നില്ല പഠിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സപ്പോർട്ടാണ്. എൻ്റെ അമ്മ തന്നെ പറഞ്ഞു. ഈവൻ ടീച്ചേഴ്സിന് മുമ്പിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ മകൻ പഠിക്കുന്നുണ്ട്, പഠിച്ചോളും, മാം സപ്പോർട്ട് ചെയ്തത് അത്രയും പറഞ്ഞാൽ മതി. ആ കൊച്ചിന് അത്രയും ആ ഒരു കേൾക്കുമ്പോൾ ഒരു അമ്മയുടെ അതിൻ്റെ ക്യൂ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. മറ്റേത് അതല്ല അടിക്കുക. പിന്നെ ഞാൻ അടിക്കാറുണ്ട്, ശരിയാണ്, ദയവായി അടിക്കരുത്. മക്കളെ എപ്പോഴും സ്നേഹിക്കുക. ഇവർ ഫാമിലി ഇൻക്ലൂഡിങ് എവറി വൺ ഇൻ ദ ഫാമിലി നമുക്ക് ആ സ്നേഹത്തോടെ നമുക്ക് അപ്രോച്ച് ഉണ്ടെങ്കിൽ ഒരിക്കലും കംപ്ലൈൻസ് ഉണ്ടാവില്ല. ഇവിടെ ആത്മീയ കുട്ടികൾ വരുമ്പോൾ അവിടെ ക്ലാസ്സിലെടുക്കുമ്പോൾ 2-3 ദിവസം ക്ലാസ് എത്തിൻ്റെ പിള്ളേർക്ക് മാറ്റം നമുക്ക് എത്ര വേഗം മാറ്റുമോ. എന്തായാലും പേരൻസ് മാറാനുണ്ട്. ടീച്ചർ പറഞ്ഞില്ലേ ഇപ്പം എങ്ങനെ സംസാരിക്കാൻ, അവനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ. നമ്മൾ അതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വെരി നൈസ് എന്ന് പറയും. പിന്നെ അവർക്ക് ചെറിയ ചെറിയ പ്രേയർ പറഞ്ഞു കൊടുക്കും. ഓൾവേസ് കണക്റ്റഡ് ടു ഗോഡ് ആൻഡ് യു സീയിങ് ടു ദ ഗോഡ് എന്ന്. നമ്മുടെ ദൈവമാണ്. അപ്പോൾ ഈഗോ വരില്ല. അങ്ങനെ അമ്മ അച്ഛൻ എന്നുള്ള ഈഗോ വരുന്നത് നിങ്ങൾ ദൈവമായിട്ടാണ് എല്ലാം ചെയ്യണമെന്ന് തുടങ്ങും. അപ്പോൾ ടീച്ചർ നല്ല സമാധാനമുണ്ട്. പിന്നെ വീണ്ടും സപ്പോർട്ട് 2 കൊടുക്കാൻ തോന്നുന്നു. ഞാൻ കൊടുക്കണേന്നല്ല, പക്ഷെ ആലോചിക്കണം നമുക്ക്. പിന്നെ ഈ കുട്ടികൾക്ക് നമ്മളിങ്ങനെ ദേഷ്യം, സങ്കടം എക്സ്പ്രസ് ചെയ്യണ്ടേ. കാരണം ചെറുപ്പത്തിലെ മുതൽ പല കുട്ടികൾ വലുതാകുമ്പോൾ എക്സ്പ്രസ് ചെയ്യില്ലേ. അവരുടെ വീട്ടിൽ വന്നാലും പോലും ഷെയർ ചെയ്യുന്നില്ല. അതെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും അമ്മയും അച്ഛനും എന്തെങ്കിലും ഇടയിൽ പോയി പറഞ്ഞിട്ടുണ്ടോ നീ അങ്ങനെ ഇങ്ങനെ, പിന്നെ കഴിഞ്ഞു. പിന്നെ വർഷങ്ങളെടുക്കും അവർ പഴയ പോലെ ഓപ്പൺ ചെയ്ത്. പിന്നെ കുട്ടികൾക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യമാകാൻ പാടില്ല, സങ്കടമാകാൻ പാടില്ല, ആൺകുട്ടികളെ കരയാൻ പാടില്ല. ക്ലാസ്സസ് ചെയ്യുമ്പോൾ ഫുൾ ഫ്രീഡം കൊടുക്കും. നീ കാര്യം എന്ത് വേണേലും ചെയ്തു തന്നു. പിന്നെ ഞാൻ പറയാൻ തുടങ്ങി നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്താണ് എമോഷൻ നീ കാണും. അവിടെ പിള്ളേർ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ എന്താണ്, അതായത് സാഡാണോ, ദേഷ്യമാണോ, ടെൻഷനാണോ, ഫിയറാണോ. പലരും പറഞ്ഞിട്ട് ടീച്ചറിനെ പറയാൻ എളുപ്പമാണ് മാറാൻ. ഞാൻ പറഞ്ഞ ഞാൻ മാറിയ ആളാണ്. പിന്നെ ഞാൻ തീർച്ചയായിട്ടും മാറിയ ആളാണ്. പക്ഷെ ആ ജേർണിയിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അത് ധൈര്യമായിട്ട് എനിക്ക് പറ്റും, ഈ നിമിഷം കടന്ന് പോകും എന്നുള്ള തോട്ടിട്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികളെ അപ്രിഷിയേറ്റ് ചെയ്യാം. എന്തെങ്കിലും ചെയ്താൽ ഒരു ഡ്രോയിങ് ഉടനെ പറയാം നന്നായിട്ടെന്ന് പറയുമ്പോൾ സൂപ്പർ അടിപൊളി കഴിഞ്ഞു. പക്ഷെ അതല്ല ഈ ഡ്രോയിങ് എവിടുന്നാണ് കിട്ടിയത്. അതിലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പോൾ അവർ അതിൽ ഇമ്പ്രൂവ്മെന്റ് ആക്കും. മറ്റേതല്ല ഗുഡ് ഗേൾ, ഗുഡ് ബോയ്, അല്ലെങ്കിൽ ബാഡ് ഗേൾ, ബാഡ് ബോയ് ആ ഒരു ലേബിൾ കിട്ടാൻ വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നു. ആ ഇംപ്രഷൻ കൂട്ടി വരും. ഇപ്പൊ നമ്മൾ ഫോൺ കോളൊക്കെ വിളിക്കുമ്പോൾ ഉണ്ടാണ്ടിരിക്കണം പോ പേരൻസ് നമ്മൾ പക്ഷെ അവരോട് പറഞ്ഞെന്ന് വെച്ചാൽ 2 മിനിറ്റ് ഒന്ന് വെയിറ്റ്. കുട്ടികൾ ദേഷ്യപ്പെടുന്ന കുട്ടികളുണ്ട്. അതായത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഒരു ഞാൻ അറിഞ്ഞില്ല മോനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിപ്പോ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അത് കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടോ അമ്മയ്ക്ക് അറിയാം, കുട്ടിക്ക് അറിയാം, അമ്മയ്ക്ക് അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. മനസ്സിലായി? അപ്പൊ അതെങ്ങനെയാ സിറ്റുവേഷൻ നമ്മളെങ്ങനെ ഡീൽ ചെയ്യും? ഒന്നാമത് ആ ദേശീയ സംസ്ഥ നമ്മൾ സംസാരിക്കാൻ പോയി അവർ തലമുറ ഇറങ്ങുള്ളൂ. 5% കയറുള്ളൂ, 95% കയറില്ല. അവർ സമാധാനം പോയിരിക്കുന്ന നേരത്ത് യു ക്യാൻ ടെൽ ഇഫ് യു ആർ ഡൂയിങ് ലൈക്ക് ദിസ്, ഞാൻ എൻ്റെ സ്ഥാനത്താണെങ്കിൽ ഞാൻ എങ്ങനെയാണ് മോനെ പെരുമാറുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് ഒരു അമ്മ മോള് പോയിരുന്നു പുറത്തേക്ക്. അപ്പോൾ ഡ്രസ്സ് കണ്ടപ്പോൾ എല്ലാവരും നോക്കി, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നോക്കിയപ്പോൾ എന്ത് ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ അവള് പൂനെക്ക് അവിടെ പോകണം പഠിക്കാൻ നോക്കിയപ്പോൾ എന്തെങ്കിലും ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, ആരും മിണ്ടില്ല, ഇനി പോണ നേരത്ത് വേണം ഉണ്ടാക്കേണ്ടത് വെച്ചു. കുറച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് ശരിയായില്ല. അമ്മ പറഞ്ഞു ഞാനാണെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ട് പൂജ, കാരണം യാത്രയാണ് അതുകൊണ്ടാണ്. അപ്പോൾ എന്നിട്ട് വേഗം പോയി മാറ്റി വന്നു. കാരണം അത് വേ യു സ്പോക്ക് ടു ദ ചൈൽഡ്, ദാറ്റ് മേഡ് എ ഡിഫറൻസ് വരുന്നത്. അപ്പം മറ്റേതല്ല ചീത്ത പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒരു കാര്യം പറയുന്നത് സ്നേഹം, അൺകണ്ടീഷണൽ ലവ്, അത് എത്തേണ്ട ഒരു സമയമായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും തീർച്ചയായും. കാരണം യൂണിവേഴ്സ് നടക്കുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ ഓരോ തോട്ട് നമ്മൾ ഇടുമ്പോൾ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ഉണ്ട്. ആ തോട്ട്സ് പോസിറ്റീവ് ആൻഡ് വിത്ത് ലവ്. ഈവൻ നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും നമ്മൾ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു, നമ്മൾ മീറ്റ് ചെയ്യും, ഞാൻ അങ്ങനെ പറയണം, ഇതൊക്കെയാണ് ആയിക്കോട്ടെ. പക്ഷെ വെൻ യു ലവ് യുവർ സെൽഫ്, ഞാൻ ഒരു തെറാപ്പി ഞാൻ ശരിക്കും ചെയ്തതാണത്. ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നതിൽ എത്രയും ഗുണങ്ങളുണ്ടോ, ഞാൻ എന്തിനൊക്കെ സാധിക്കും. പിന്നെ അതുമല്ല ഈ പല സൈഡിൽ പോകുമ്പോൾ ഞാൻ കമ്പയർ ചെയ്യണ്ടേ. ഇപ്പോൾ ആ കമ്പാരിസൺ നിന്ന് PhD എടുത്തിട്ടുണ്ടോ അത് എടുത്തിട്ടുണ്ടോ അല്ല, ഞാൻ PhD ലൈഫിൽ എടുത്തതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രയ്ക്കും ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റും എൻജോയിങ് ലൈഫ് എവറി മിനിറ്റ്. പിന്നെ എൻജോയ് വാട്ട് യു ഡു ആൻഡ് ലവ് വാട്ട് യു എൻജോയ്. അത് നമ്മൾ എന്തിപ്പോൾ കുക്കിംഗ് ചെയ്യണമെങ്കിൽ പോലും വീണ അത് എൻജോയ് ചെയ്ത് ആ ഒരു വൈബ്രേഷൻ ഉള്ള കാണാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്യണേ. അതുപോലെ ഞാൻ കുക്കിങ്ങിന്റെ വരുന്നതിന് മുൻപും ഞാൻ ഇതേപോലത്തെ ഒരു വ്യക്തിനെയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഒരു കോംപ്ലക്സ് ആയിരുന്നു. ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചത് മാത്രമല്ല, അല്ലാതെ ഒരു കഴിവില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതിലും, ഡാൻസ് അറിയില്ല, പാട്ട് അറിയില്ല, ഒരു കഴിവില്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലൊന്നുമില്ല. അപ്പോൾ വെറുതെ ഒരു നോർമൽ ലൈഫ് ഒന്നും ചെയ്യാനില്ല. അങ്ങനത്തെ ഒരു സ്വയം ഭയങ്കര ഒരു കോംപ്ലക്സ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ജാനിയോട് പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്. അപ്പോൾ പിന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിലൊക്കെ ഇറങ്ങി വന്നിട്ടാണോ ഇതിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയത്. ആ സമയം വരെ ഞാൻ കച്ചിലായിരുന്നു. എന്തെങ്കിലും രാത്രി എന്തെങ്കിലും ഈ പറഞ്ഞ ചെറിയൊരു കാര്യം മതി പഴപ്പിടാൻ,
വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊലോങ് ചെയ്ത് പോകില്ല എങ്കിൽ പോലും എനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്നു, കരച്ചിൽ വരും. പിന്നെ അത് പറഞ്ഞ ഇഷ്യൂ പോലെ പണ്ടത്തെ കാര്യം വെച്ച് അതെ അറിയും. ഇപ്പൊ അതൊന്നും എനിക്ക് ഫാസ്റ്റ് ഇല്ല, ഈ നിമിഷമുള്ളൂ. അതെ. അപ്പൊ ഇതേപോലെ എന്റെ പോലെ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ചേച്ചി ഞങ്ങൾ എന്ത് ചെയ്യാനാ, അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ട് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അഡ്വൈസ് ഇതാണ്, നിങ്ങൾക്ക് എന്തിനാണ് താല്പര്യം അതിന് നിങ്ങൾ ഇൻവോൾവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഡാൻസും പാട്ടൊന്നും അറിയില്ല, എന്തെങ്കിലും ഒരു കഴിവ് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാനിപ്പോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ ഇപ്പോഴും എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ഇതിനെ ചോദിച്ചിട്ട്. ഈ പറഞ്ഞ പോലെ മക്കൾക്ക് 13 years ആയി കഴിഞ്ഞ് കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ അല്ലേ, ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ ആ സ്റ്റേജിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പെൺകുട്ടികൾക്ക് എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല, പക്ഷെ ആൺകുട്ടികൾ ഭയങ്കരമായിട്ട് മാറും. അത് നമ്മളിപ്പോ അത്രയും അമ്മേനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന മോൻ പെട്ടെന്നൊരു സ്റ്റേജ് ആകുമ്പോൾ അവിടെ മാറി, അവിടെ ഫ്രണ്ട്സായി, നമ്മൾ ഷെയറിങ് കുറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, വീണ എങ്ങനെ മാനേജ് ചെയ്യുന്നത്, അതിപ്പോ വീണ നല്ലൊരു കെമിസ്ട്രി ആണല്ലോ, അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞത് ശരിയാവും. ഒന്നാമത് ഞാൻ ചെറുപ്പം മുതൽ നമ്മൾ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് കൊച്ച് ഓപ്പൺ ആയിട്ട് എന്തും തുറന്നു പറയുമ്പോൾ നീ അങ്ങനെ ചെയ്യുന്നു, പിന്നെ ഒരു പേടിയായി നമുക്ക് ഇഷ്ടാവില്ല, അപ്പൊ ഒളിച്ചു വെക്കാൻ തുടങ്ങി. അപ്പൊ ഒരു സീക്രസി ആയി. പിന്നെ ഉള്ളത് എനിക്കൊരു ആറ്റിറ്റ്യൂഡ്, ഞാനിതുപോലെ ചെയ്തിട്ടാണ്. അപ്പൊ പിന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ മോൻ വരുമ്പോഴും ഉണ്ടാക്കില്ല. മിണ്ടിയാലും ഞങ്ങളുടെ സാറ് പറഞ്ഞ 1 sentence സേവ് യുവർ എനർജി എന്ന് പറയും, അല്ലെങ്കിൽ 8 ഒപ്പിച്ച് വെക്കും. എന്തൊക്കെ പറയാനുള്ളത് കുറെ പ്രാവശ്യം പറയുന്നില്ല. പിന്നെ അവന് ടി വി അവരുടെ അടുത്ത് പോയിരിക്കും. അപ്പോൾ അവരെന്തെങ്കിലും പറയാൻ തുടങ്ങി. അതും ഓൺലി ലിസ്ണിങ്. അഡോളസൻസ് ഏജിൽ എനിക്ക് അതിൽ ജസ്റ്റ് പ്ലെയിൻ ലിസ്ണിംഗ് എന്ന് പറയും. ഒരു നോ റെസ്പോൺസ് ആൻഡ് നോ റിയാക്ഷൻ റെസ്പോൺസ് ആയി പിന്നെ പോയി, പിന്നെ അവർ നിങ്ങളെ ട്രിക്കും വരില്ല. എനിക്ക് ഒറ്റ കാര്യം പേരൻസിനോട്, ഇതൊരു പാസിംഗ് ഫേസ് ആണ്. അവരൊന്നും കഴിഞ്ഞൊന്ന് ചടിച്ചാടിയിരിക്കും. നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയാൽ അത് കുറച്ച് എഗ്രിവേറ്റ് ചെയ്യും. പിന്നെ അക്കാഡമിക് ആയപ്പോൾ പിന്നെ പല പ്രശ്നം സ്റ്റഡീസ് ഇടാം. അപ്പോൾ പിള്ളേരോട് നിങ്ങളുടെ ഗോൾ സഡൻലി സ്റ്റോപ്പ്. എന്താണ് നിങ്ങളുടെ ഗോൾ? മൈ ഗോൾ സ്റ്റഡീസ്. അപ്പോൾ സ്റ്റഡീസ് വരും. അങ്ങനെ ആയി നിങ്ങൾ തോട്ട്സോടെ മാറ്റുന്നത്. പിന്നെ അവരെ കാര്യം നമ്മൾ ചിന്തിക്കും. അവരെ ചിന്തിക്കുമ്പോൾ കുട്ടി പുറത്ത് പോയി വന്നു, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് പറയുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക് പറയുമ്പോൾ മനസ്സിലാവും, ദൈവമേ പഠിക്കോ, എഴുതി ഉണ്ടാവുമോ, ആകെ കുടിന്നില്ല, ആദ്യം കമ്പ്യൂട്ടർ ടി വി ആയിരുന്നൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്കൊരു തോട്ടുള്ളത്, എനിക്ക് പറയാനുള്ളത്, തോട്ട് ആൻഡ് യുവർ വേർഡ് ഷുഡ് ബി ഹാർമോണി. നമ്മളത് കഥ പറയാൻ നമുക്കാണ്, പേരൻസിനാണ് ഫസ്റ്റ് ഫെയ്ത്ത് വേണ്ടത്. എൻ്റെ മകനോ പോയി ഭർത്താവ് നന്നായി ചെറിയ സേഫായിട്ട് തിരിച്ചു വരും. ഇവിടെ തന്നെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് മോൻ പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റായി വന്നപ്പോൾ എന്തുകൊണ്ട് വന്നില്ല, അമ്മ ഇത്ര ലേറ്റ് ചെയ്ത് ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ ഞാൻ അന്ന് ഐ ജസ്റ്റ് സോ മൈ സൺ ഈസ് ഹോം സേഫ്. ആ ഒരു സീനെ ഞാൻ കണ്ടോണ്ടിരുന്നു. അപ്പോൾ ചേട്ടൻ എൻ്റെ അമ്മയുടെ ലെവലൊക്കെ മാറിയിടാന്ന് പറഞ്ഞു. അധികം ബ്രഹ്മകുമാരീസിന് ടോക്സും വീഡിയോസും, കാരണം എന്താ വേണ്ട അത് വിഷ്വലൈസ് ചെയ്യാൻ മാത്രം പഠിച്ചു. ഇപ്പോൾ മക്കളാണെങ്കിൽ വോട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പേരൻസിനോട് എന്താ വേർഡ്സ് യൂസ് ചെയ്യുക, ആ പർട്ടിക്കുലർ വേർഡ്സ് ഈ സ്റ്റഡി അവന് ഓർമ്മയുണ്ട്, അവന് പഠിക്കാൻ പറ്റുന്നുണ്ട്, അവന് എഴുതാൻ പറ്റുന്നുണ്ട്, പിന്നെ അത് പഠിച്ചത് മെമ്മറൈസ് ചെയ്ത് വീണ്ടും പഠിക്കാൻ പറ്റുന്നുണ്ട്. ആ പല എന്താ നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇവൻ അബൌട്ട് ഹസ്ബൻഡ്, എനിക്ക് സ്നേഹം കിട്ടണമെങ്കിൽ ഹീസ് വെരി ലവിങ്, ഹീസ് വെരി കെയറിങ്. എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്ന 4 മണിക്കൂർ ഗ്യാരണ്ടി ചെയ്യാൻ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ഞാൻ ചെയ്തിരുന്നത്. പേരൻസോട് വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് അവരോട്, നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് റിലേഷൻഷിപ്പ് എന്താണ്? വേറെ ഒന്നുമില്ല, കാരണം ഹസ്ബൻഡിനോട് ദേഷ്യം കുട്ടിയോട് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കൗൺസിലിംഗ് അപ്പോഴത്തെ നമുക്ക് അത് കൗൺസിലിംഗ് ആവശ്യമില്ല, കാരണം നമ്മുടെ ക്ലാസ്സസ് മാത്രമേ ഫസ്റ്റ് സെഷൻ മാത്രമേ ഞാൻ കുറച്ച് കൗൺസിലിംഗ് ചെയ്യാറുള്ളൂ. തീർച്ചയായിട്ടും പോയി കാണാൻ പോയി നിങ്ങൾ വീണ്ടും ഞാൻ വിളിക്കാറുണ്ട്. അവരെ പോയി കാണുന്ന കാരണം നമ്മൾ കൊച്ചിനെ അടിച്ച് ശരിയാക്കൂലേ, അതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ദേഷ്യം നിങ്ങൾ ഹസ്ബൻഡുമായിട്ട് വന്നു ശരിയാണ്, പക്ഷെ ആ തോട്ട് അതേ ക്രിയേറ്റ് ചെയ്തു. നിങ്ങളുടെ സീനിയർ ഓഫീസിൽ നിങ്ങൾ വെൽക്കം പറയാൻ നിങ്ങൾ മിണ്ടാണ്ട് കേൾക്കില്ല, അതെങ്ങനെയും ചോദിച്ചു. അപ്പൊ അങ്ങനെ തിരിച്ചു പറയാൻ പോയി. അത് ആ സെയിം ആറ്റിറ്റ്യൂഡ് ഇവിടെ എടുക്കാൻ പറ്റുന്നത്. എപ്പോഴും എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞിരുന്നത് എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരും ഹാപ്പി ആയിട്ട് വയ്ക്കണം. അപ്പോൾ ജോസഫ് ഒരു താൻ ഇപ്പോൾ പ്ലീസ് ചെയ്ത് നടത്തി. ഞാൻ ഹാപ്പിയാണ്, അല്ല താൻ ഹാപ്പി ഇല്ല, ഇതിന് ഹാപ്പി, ഞാൻ ഹാപ്പി ആയിട്ടല്ലേ ചെയ്യുന്നത്. പിന്നീടല്ലേ അറിയണം, അല്ല ഹാപ്പി ആണെന്ന് നമ്മൾ അവരെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. നമ്മൾ ചെയ്യണത് നല്ലതാണ്, ബിഹൈൻഡ് റീസൺ ഇതാണ്. അപ്പോൾ ഞാൻ ഇനി എങ്ങനെ ഹാപ്പി. അപ്പോഴാണ് ഞാൻ എനിക്ക് യേശുവിൻ്റെ ഒരു നീ എന്നെ സ്നേഹിക്കുന്നത്, ഞാൻ അയൽവാസിയെ സ്നേഹിക്കും. അതുവരെ എനിക്ക് സെൻറ്റൻസ് ആയിരുന്നു. ആ സെൻറ്റൻസിന് അത്രയ്ക്കും ഡീപ്പ് മീനിങ് ഉണ്ട്. നീ എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ അയൽവാസിയെ സ്നേഹിക്കും. നമ്മളെ സ്നേഹിക്കാൻ ആരും പഠിപ്പിച്ചിട്ടുണ്ട്. ഇതല്ല, ഇവൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ സെർബൽ ക്ലാസ്സിൽ വന്നിട്ടൊരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് എടുക്കാനൊരു വിഷമമാണ്, കാരണം സമയം കൊടുക്കും. പിന്നെ പേരൻസിന് ക്വിക്ക് റിസൾട്ട്സ് വേണം. ഒരു ആൻറ്റിബയോട്ടിക് കഴിക്കണമെങ്കിൽ 5 ദിവസം കൊണ്ട് മാറാൻ സുഖാവുക കുട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് സമയം കൊടുക്കും, ഞാൻ പിന്നെ പറയാമെന്നാണ് ക്ലാസ്സിൽ. ഒരു പോണ വഴിക്ക് സാറിനാണെന്ന് പറഞ്ഞു. ക്ലാസ്സിനെ പറ്റി എനിക്ക് സംശയമാണ് ആ കുട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ, ബർത്തിലുണ്ടായ വിഷയമല്ലോ എന്ന്.
ആ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, നമുക്ക് കോൺഫിഡൻസ് വരുന്നത് ആ കോൺഫിഡൻസ്. എന്തായാലും ആത്മയും സുരേഷും പാർവതിയും സംഗീതയും അവിടുത്തെ എല്ലാം ടീമിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്ത്. അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ധൈര്യം കാണിച്ചിട്ടില്ല. നോന്ന് പറഞ്ഞ് എങ്ങനെ ഒഴിഞ്ഞത്. പേരൻസിന് വേറൊരു മെസ്സേജ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ, സാധാരണ കുട്ടികൾ സ്കൂളിൽ കാലത്ത് പോകുമ്പോൾ വാൻ വരാറ് ടൈമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം 7:30ക്കാണ് ബസ് വരുന്നത്. 7:30ക്ക് ബസ് വരുന്നത് 10 മിനിറ്റ് കൂടി ബാക്കിയിട്ട് വേഗം ഡ്രസ് ചെയ്ത് അങ്ങനെ ചെയ്യും. കാരണം ആ മൂമെന്റോട് ലീവ് ചെയ്യാൻ തുടങ്ങും, ഒരു കോൺസെൻട്രേറ്റ് ചെയ്യും. മറ്റേത് അതെല്ലാം നമ്മൾ ഒരു സമയം എത്രയും ആ പെർട്ടിക്കുലർ ടൈം ഫോക്കസ് ചെയ്യുമ്പോൾ അവർ ആ നൗവിൽ ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ ലീവ് ഇൻ ദ മൂമെന്റ്, ലീവ് ഇൻ ദ നൗ വീണ കേട്ടിട്ടുണ്ടാവും, അതെല്ലാം കേട്ടിട്ടുണ്ടാവും. ആ മിനിറ്റ് ഇപ്പോൾ ഞാനും വീണപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ വരുന്നത് വേറെ എവിടെയും പോലെ വേറെ ചിന്തിക്കുന്നില്ല. ആ ഒരു മൂമെന്റ്സ് ജീവിക്കുമ്പോൾ വ്യത്യാസങ്ങൾ പലതുണ്ടാവും. നമുക്ക് ശരിക്കും ഒരു മെഡിറ്റേറ്റീവ് മൂഡാണ് വരുന്നത്. ആ കൊച്ചുങ്ങൾ അതിൽ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവർ തിരിക്കാൻ തുടങ്ങും. ടൈമായി റഷ് എന്ന് പറയുമ്പോൾ ഈ ജീവിതകാലം മുഴുവൻ റഷ്. ഇതൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചതാണ്. അയാൾ പറഞ്ഞു ഞാൻ ലൈഫ് ജീവിക്കാൻ പഠിച്ചിട്ടില്ല, പക്ഷെ മൂമെന്റ് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്. അപ്പോൾ എനിക്കൊരു എക്സാമ്പിളായിട്ട് പിന്നെ പിള്ളേർക്ക് അതൊരു എക്സാമ്പിളായി. ഒത്തിരി പേര് മാറ്റി പറഞ്ഞിട്ട് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കുട്ടികൾക്ക്. ആ ടൈം പറയുമ്പോൾ അവർ ഫോക്കസ് ചെയ്ത് പെട്ടെന്നല്ല 10 മിനിറ്റ് അല്ല 5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ തുടങ്ങിയാണ്. പിന്നെ ഉള്ളത് യുവർ ചൈൽഡ് ഇസ് ഡൂയിങ് യുവർ ബെസ്റ്റ്. അത് നമ്മളെപ്പോഴും ഞാൻ എക്സ്പെക്ടേഷൻസ് ഒരു ഫ്രെയിം ഇട്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ കുട്ടി എൻ്റെ ആരായാലും ഷുഡ് ബിഹേവ് ലൈക്ക് ദിസ് എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻസ് ആകുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസും ഫ്രസ്ട്രേഷനും ആ ഒരു ലെവൽ മാറുന്നുണ്ട്. ഈസ് ഡൂയിങ് ഹിസ് ബെസ്റ്റ് ആൻഡ് ഐ എം ഡൂയിങ് മൈ ബെസ്റ്റ്. ഇത് പേരൻസിനോടും പിള്ളേരോടും പറയും, നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ബെസ്റ്റാണ്. നിങ്ങൾ കൊച്ചിനോട് പറയുമ്പോൾ തന്നെ ടീച്ചർ അടുത്ത ക്ലാസ് പോകാൻ വരാൻ തയ്യാറാണെന്ന് പറയും. അപ്പോൾ വരാൻ ഇഷ്ടമാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ കാരണം എനിക്ക് കൊച്ചിനെ ഹോളായിട്ട് കിട്ടണോടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോളൂ, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയും. അതുകൊണ്ട് ആര് പോയാലും തിരിച്ചു വരാൻ അവർ റെഡിയാണ്. എനിക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പിന്നെയുള്ള കാര്യങ്ങൾ വീട്ടിലത്തെ വഴക്കുണ്ടെങ്കിലൊക്കെ തുറന്നു പറയാൻ തുടങ്ങി പിള്ളേർ. അപ്പോൾ അവൻ എങ്ങനെ കൗൺസിലിംഗ് വേറെ സെഷൻസ് ഉണ്ട് അതിലേക്ക് പോകാം. പിന്നെ ഉള്ളത് നമ്മൾ കുട്ടികളോട് നമ്മൾ ഫാനിട്ട് പോയാൽ എന്താ ചെയ്യണ്ടേ എന്ന് പറഞ്ഞു കൊടുക്കുക. അതല്ല ഫാനിട്ട് പോയി പൈസ പോയി അച്ഛൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറേ എനർജി നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് ഫാൻ ഉണ്ട് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം തുറന്നിട്ട് പൈപ്പ് അടച്ചിട്ട് വരും, അല്ലെങ്കിൽ വെള്ളം പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം അത് അടച്ചിട്ട് വരും. ആ ഇൻഫർമേഷൻ പോലെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പോലെ പാസ്. പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വിഷമങ്ങൾ പറയുമ്പോൾ നമ്മൾ ഉടനെ നീ അങ്ങനെയാണ് നീ ഇങ്ങനെ കമന്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അടുത്തിട്ട് കൊച്ചൊന്നും പറയില്ലേ. ശരിക്കും ആ കൊച്ചിനെ ഇമോഷണലി നമ്മൾ കോണർ ചെയ്യണം. മോൻ്റെ വിഷമം വന്നോ അല്ലെങ്കിൽ മോൻ്റെ തിരിച്ച് വഴക്ക് പറഞ്ഞു പറയുമ്പോൾ അവൻ യെസ് ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു എന്താണ് ആൻസൈറ്റി ആണോ സങ്കടമാണോ അവർക്ക് ദേഷ്യമാണോ എന്താണോ അവർ നമുക്ക് ഫേസ് ചെയ്തതിൻ്റെ ഇമോഷൻ എന്താണെന്ന് കുറച്ച് ക്ലിയർ ആക്കി അവർക്ക് അറിയാം. ഇത് ദേഷ്യമാണ് സങ്കടമാണ് ആ ഫീൽ ചെയ്യണം. ആ എന്താണ് നമുക്ക് ആ ഇമോഷൻ വന്നതെന്ന് അവിടെ തന്നെ അവർക്ക് അവർ തുറന്ന് പറയാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ അമ്മക്ക് എത്താൻ തയ്യാറാണ്. പിന്നെ സ്കൂളിൽ നിന്ന് വന്ന് കയറുന്ന പിള്ളേർക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരു സമാധാനം കൂടി തരില്ല പേരൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ പേരൻസിനോട് പറയും വന്ന് കയറുമ്പോഴത്തേക്ക് എല്ലാവർക്കും ചെയ്യും അതെ ഒന്നും ചോദിക്കണ്ട, വന്നത്തെ ചായ ഇരിക്കുന്ന കാപ്പി ഇരിക്കുന്ന സ്നേഹമൊന്നും ഉണ്ടാവണം, കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് പറയാൻ തുടങ്ങും. അപ്പോൾ കേട്ടാൽ അങ്ങോട്ട് പോയി ചോദിച്ചാൽ പിന്നെ ഉള്ളതുകൂടെ ഇല്ലാതാക്കില്ല. പിന്നെ ക്വാളിറ്റി ടൈം നമ്മൾ പ്രത്യേകിച്ച് ജോലിക്കാരാകുമ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുകൊടുക്കും. ആ വാല്യൂ റിലേഷൻഷിപ്പ് പറയുന്നത് ഇപ്പോൾ വീട്ടിലായാലും ഇപ്പോൾ അമ്മ കിടപ്പാണെങ്കിൽ ഉടനെ പറയുക നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ. അവിടെ ഇവിടെ നടത്താനൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ആ ഒരു വന്ന് ഹെൽപ്പ് ചെയ്ത് കാണുമ്പോൾ ലൈക്ക് ഒരു ബാലൻസ്ഡ് ഇതായിട്ട് പോകേണ്ട എല്ലാവർക്കും ആ ഒരു നമ്മുടെ ഫുൾ ടോട്ടൽ ഇൻവോൾവ്മെന്റ് ആണ് ഫാമിലി. മക്കളും ചില വീട്ടിലുണ്ട് അച്ഛനമ്മയും എല്ലാവരും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്ത് ചെയ്യണ വീട്ടിലുണ്ട്. ഞാൻ അതാണ് അവസരം അങ്ങനത്തെ എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏത് വഴിക്കൂടെ ആവും. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് ഒന്ന് മക്കളോട് എന്താ വേണ്ടത് നമ്മൾ തുറന്ന് സംസാരിക്കുക, ആ ഇൻഫർമേഷൻ മാത്രം ഇട്ട് കൊടുക്കുക. എൻ്റെ മക്കൾക്ക് എപ്പോഴും ബെസ്റ്റ് ഒരു തോട്ടിട്ട് കുറേ മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു അപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയാനുള്ളത് കുറേ നാൾ മുമ്പേ എനിക്ക് പരിചയമുള്ള ആളാണ് മോൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ളത്. ഞങ്ങൾ 2 വീക്സ് അല്ലെങ്കിൽ ടൈം പക്ഷേ 1 വീക്സിൽ മാറ്റം ഉണ്ടാവും. കൂടെ ലെറ്റർ എടുത്തിട്ട് കൊച്ചിനെ A നല്ല ഭംഗിയുണ്ട് കാണാൻ, അല്ലെങ്കിൽ B നല്ല സ്ട്രെയിറ്റ് ലൈൻ ആണ്, ആ കേവ് ഒക്കെ കറക്റ്റായിട്ട് വന്നുള്ളൂ. ജസ്റ്റ് എവറി ഡേ ഫൈൻഡ് സംതിങ് ടു അപ്രിഷിയേറ്റ്. കുറച്ചും കൂടി നല്ല ഹാൻഡ് റൈറ്റിംഗ് നന്നായി ചെയ്യുന്നുണ്ടാവുന്നു. അപ്പോൾ അപ്രിസിയേഷനാണ്. പിന്നെ ബുക്സ് ചില കുട്ടികൾക്ക് നമുക്ക് എങ്ങനെ സാധനങ്ങൾ വെക്കട്ടെന്ന് പറയണം, ചില കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്ക് ശരിക്കും ബുക്സ് എങ്ങനെയാണ് വെക്കട്ടെ, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് എങ്ങനെയാണ് വെക്കേണ്ടത്, അതായത് ലൈഫ് സ്കിൽസ് അത് നമ്മൾ ചെയ്യില്ല. വിളിച്ചാൽ പറ്റിയ സ്കൂളിൽ പ്രൊഫഷണൽ ആക്കല്ലാതെ വേറെ ലൈഫ് സ്കിൽസ് നമ്മൾ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. കൂടുതൽ ഞാൻ ആ കൊച്ചിൻ്റെ പ്ലേറ്റ് ഒരു കുട്ടി പ്ലാവില എടുക്കാൻ പ്രായമായി ഇങ്ങനെ പ്ലാവിൽ പിടിക്കുക എന്ന് പറയും. അപ്പോൾ അവനുള്ള റെസ്പോൺസിബിലിറ്റി അവനറിയാം. പലരും വന്ന് പറയും പഠിക്കുന്ന കുട്ടികളും കൂടി പേരൻസ് കൂടുതൽ മാർക്ക് വാങ്ങുന്നതാണ്. അപ്പോൾ ഈ കൊച്ചിനെ പറഞ്ഞു എന്നോടിരിക്കും ഞാൻ നന്നായി മാർക്ക് വാങ്ങുന്നാലും അമ്മയ്ക്ക് അത് പോരാന്നാണ്. നമ്മുടെ അമ്മ അങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ മോൻ നന്നായി ചെയ്യുന്നില്ല, ആ ഒരു വിശ്വാസം മതി. കുറേ അവന് കൗൺസിലിംഗ് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഹി വാസ് ഓൾസോ ഫീലിംഗ് ബെറ്റർ.
നമ്മോട് പിന്നെ ചില അമ്മമാരോടും പറയാൻ പറ്റില്ല. അപ്പോൾ മക്കൾ നിങ്ങൾ മാറും, അവരെന്നെ വിട്ടിട്ട് നമുക്കൊരു നമ്മളിത്ര യങ് ഏജിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്യാനല്ലായിരിക്കും. അപ്പോൾ ആ വഴി കൂടെ നമ്മൾ നീങ്ങാം, നമ്മൾ തോട്ട്സ് മാറ്റുക. പിന്നെ എന്ത് തോട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ മിക്കതും കണ്ണടച്ചിരുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ ഒരു നെഗറ്റീവ് തോട്ട്സാണ് വരും. ഇവൻ ഒന്നെങ്കിൽ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ വേണ്ട സമയത്ത് ഓഫീസിലാണെങ്കിൽ പല തോട്ട്സ് ആയിരിക്കും. പക്ഷെ ഓരോ തോട്ടും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിരിക്കാൻ പറ്റില്ല. യു ക്യാൻ ചേഞ്ച് എന്ന് പറയും. വീണ പറഞ്ഞ പോലെ ഇഫ് ഐ ക്യാൻ കുക്ക് യു ക്യാൻ ഓൾസോ കുക്ക്. അതുപോലെ ഐ ക്യാൻ ചേഞ്ച് യു ക്യാൻ ഓൾസോ ചേഞ്ച്. അത് ഓരോ തോട്ട് നമ്മൾ ഇപ്പോൾ കുട്ടി ലേറ്റായിട്ട് വരുന്നുണ്ട്, എൻ്റെ മോൻ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തി, അല്ലെങ്കിൽ മോൻ പരീക്ഷയ്ക്ക് പോയിട്ടുണ്ട്, അവന് നന്നായിട്ട് എഴുതാൻ പറ്റും, അവൻ നന്നായി പഠിച്ചിട്ടുണ്ട്, നന്നായി മാറി. ആ ഒരു തോട്ട്സ് മാറ്റി കോൺഷ്യസ്ലി ടോക്ക് ടു യുവർ സെൽഫ്. കാരണം നമ്മുടെ ഉള്ളിലൊരു ചൈൽഡ്, ആ ചൈൽഡ് നമ്മൾ ഫസ്റ്റ് ഹീൽ ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് ഫേസ് വേണം. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഫിയർ ഒക്കെ വരുമ്പോൾ ഐ ഹാവ് ഫെയ്ത്ത് ഇങ്ങനെ പറഞ്ഞ് ആ ഫെയ്ത്തിൻ്റെ ഇത് എന്തെന്നാലും ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ ഫേസ് ഇറ്റ്. അങ്ങനെ ഓരോരുത്തരും ഒരാൾ മാറിയാൽ മതി വീട്ടിൽ, ബാക്കിയുള്ളവർ മാറ്റാൻ നോക്കണ്ട. ഞാൻ പലരും മാറ്റാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. അവസാനം ഞാൻ മാറിയപ്പോൾ ശരിക്കും സാറ്റിസ്ഫൈഡ് ആയി. ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും, ഏത് ക്ലാസ്സിനായാലും പോകാനും ലോന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, പൊക്കോളാനെ പറഞ്ഞിട്ടുള്ളൂ. അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഫാമിലിയിൽ വരുന്ന പ്രശ്നങ്ങൾ, അതായത് പാരന്റ്സ് തമ്മിലുള്ള വഴക്ക് കുട്ടികൾ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്. അത് അവരോട് പറയാനുള്ളത് എന്താണ്? അതായത് പാരന്റ്സിന്, അതായത് വഴക്ക് കൂടുന്നതിൽ എല്ലാവരും ഈ തമ്മിൽ തല്ലുന്നതും കുട്ടികളെ മുന്നിൽ വെച്ച് ചെയ്യുന്നവരുണ്ട്. സമയം വളരെ കുട്ടി അറിയാണ്ട് വഴക്കിടുന്നവരുണ്ട്, അല്ലെങ്കിൽ വഴക്കില്ലാത്ത ഫാമിലികളുണ്ട്. അപ്പോൾ അത് കുട്ടികളെ നന്നായിട്ട് എഫക്ട് ചെയ്യില്ലേ? കുട്ടീനെ നന്നായി എഫക്റ്റ് ചെയ്യും. ഫ്യൂച്ചറിൽ ലൈഫ് ഇത് തന്നെയായിരിക്കും അവനോട് പാഠം പഠിക്കുന്ന ലൈഫിൽ. അവൻ്റെ വൈഫിനെ കൂടെ സെയിം റിപ്പീറ്റഡ് അവരെന്തായാലും തിരിച്ച് സംഭവിച്ചൂടെ? എന്റെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു, പക്ഷെ എന്റെ ഫാമിലി ലൈഫ് വരുമ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ലെന്ന് ചിന്തിക്കില്ലേ? ഉണ്ടാവും. അങ്ങനെ ആൾക്കാരുണ്ട്. അങ്ങനെ ആവണമെന്നില്ല. ഞാൻ എന്നാലും നന്നായി പെരുമാറും, ഞാൻ നന്നായി ചെയ്യും. എന്നാലും എവിടെയെങ്കിലും അവിടെ റൂട്ട് കുറച്ച് കിടക്കുന്നുണ്ടാവും, എവിടെയെങ്കിലും പുറത്തേക്ക് വരും. 5.5 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ ഒരു ഡെവലപ്മെന്റ് ഉണ്ട്, ലിമിറ്റഡ് ബിലീഫ്സ്. എനിക്കിതേ പറ്റുള്ളൂ, ഞാൻ നമുക്ക് പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ വയറ്റിനുള്ളിൽ കിടക്കുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ജനറ്റിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. അതോടെ നമ്മുടെ ബിഹേവിയർ ഡെവലപ്മെന്റ് വരും. അവിടുന്ന് എന്നോട് പണ്ടൊരു സ്ത്രീ പറഞ്ഞാൽ ഒരിക്കലും മാറാൻ പറ്റില്ല. ഞാൻ ഒരു 23 സ്ത്രീ കണ്ടപ്പോൾ നോ യു ക്യാൻ നെവർ ചേഞ്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യും. അത് കുറച്ചുകൂടി എനിക്കൊരു ചാലഞ്ച് ആയി. ഒരു വാശിയായിരുന്നു. പക്ഷെ എപ്പോൾ എന്തുണ്ടെങ്കിലും വാശിയല്ല, സ്നേഹത്തോടെ ഞാൻ മാറാൻ തുടങ്ങി. ആൾക്കാരെ അവരോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ പ്രെയർ ചെയ്യുക കുറേയൊക്കെ. പിന്നെ ഓൾവേസ് ടോക്ക് ദ യൂണിവേഴ്സ്. എന്ത് ക്വസ്റ്റ്യൻസ് വേണം ആ യൂണിവേഴ്സ്. അത് ഞാൻ സീക്രട്ട് ബുക്ക് എന്ന്, പിന്നെ അതിൻ്റെ ദ പവർ എന്ന് പറഞ്ഞിട്ട് ബുക്കുണ്ട്. അതിലുണ്ട് വായിച്ചാൽ നമ്മൾ ഫീൽ ഗുഡ് ബുക്സ് ഇല്ലേ, അങ്ങനത്തെ ബുക്സാണ് അതൊക്കെ. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ, ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയൊരു ബുക്സാണ്. അതൊക്കെ വായിച്ച് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫിൽ. അതുകൊണ്ട് നമ്മൾ ദേഷ്യം കൺട്രോൾ ചെയ്യണ്ട, അത് വന്ന് പൊക്കോട്ടെ. പക്ഷെ പിന്നീട് നമ്മളെ കൊച്ചിനോട് നമുക്ക് ഇന്ന് പറയാം, മോനെ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മോനെ സ്കൂളിൽ വല്ല ഇഷ്യൂസ് ആണ്. ചിലപ്പോൾ ഒന്നുമില്ലാതെ ചിലപ്പോൾ ഹസ്ബൻഡ് നമ്മളോട് പൊട്ടിത്തെറിച്ച് തരാം. ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കില്ല, ഏതെങ്കിലും പഴയത് ആലോചിച്ച് അല്ലെങ്കിൽ പുറത്തൊരു ഒഫീഷ്യൽ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ സമാധാനം ഇരിക്കുന്ന നേരത്ത് മാത്രമേ സംസാരിച്ചാൽ മതി. അതുവരെ അവർ ആയിക്കോട്ടെ. ചിലപ്പോൾ തൊടാൻ പോയി ചിലപ്പോൾ തട്ടി മാറ്റുന്നവരും. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എന്റെ അടുത്ത 5 വർഷം ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയായിരുന്നു. പക്ഷെ പുതിയ കല്യാണം കഴിച്ച കുട്ടികൾക്ക് അത് അറിയില്ല. അപ്പൊ ആ പഴയ വീഡിയോ കണ്ടിട്ട് എന്നോട് പറയാം, ചേച്ചി പറഞ്ഞതുപോലെ ഇപ്പൊ എന്റെ ലൈഫ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. അപ്പൊ ആ പിള്ളേരോടൊക്കെ ഞാൻ ഇതന്നെ പറയുന്നത്. ശരിയാവും, ശരിയായ ടൈം പീരീഡ് ഉണ്ടല്ലോ നമുക്കൊരു മെച്ചൂരിറ്റി വരാൻ വേണ്ടിയിട്ട്. അത് കുറച്ച് പകുതിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ കുറേ എക്സ്പീരിയൻസിന് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് നെഗറ്റീവ്, ഇറ്റ് ഇസ് ഹാപ്പി ലേണിംഗ് ആൻഡ് പോസിറ്റീവ്. പിന്നെ ഓരോ തോട്ട് നമ്മൾ തിങ്കിങ് കോൺഷ്യസ്ലി ചൂസ് വേർഡ്സ് ടു ടോക്ക് ടു യുവർ സെൽഫ്. ഫസ്റ്റ് നമ്മളാണ് അവിടെ ശരിയാവണല്ലോ, വേറെ വരില്ല. നമ്മൾ ഓരോ തോട്ട് കറക്റ്റ് ചെയ്ത്, കാരണം കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും, പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ അല്ല. പക്ഷെ ഓരോ തോട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ, അതായത് പഠിത്തത്തായാലും ഇപ്പോൾ കുക്കിംഗ് ചെയ്യുന്നത് ശരിയാവും, ചേച്ചി ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്ന 10 പ്രാവശ്യം പറഞ്ഞാൽ അവിടെ ശരി, അവിടെ പതുക്കെ നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് വന്ന് 10 പേരോട് ഷെയർ ചെയ്യാം. അപ്പോൾ ഓരോ തോട്ട് കോൺഷ്യസ്ലി ടോക്ക് ടു യുവർ സെൽഫ്, ദെൻ ടോക്ക് ടു ചെയ്യും. അവിടെ നമ്മൾ മാറുമ്പോൾ കൊച്ചിനേലല്ലാതെ പിന്നെ എന്ത് വേണം ആ വൈബ്രേഷൻസ് മാത്രമാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ വീണ പറയണ അപ്പുറത്ത് റൂമിൽ നിന്ന് ഇതായാലും പേരൻസ് തല്ലൂടെയാലും ഈ കൊച്ചിന് എനർജി കിട്ടുന്നതാണ് പറഞ്ഞത്. അത് ഹീലിംഗ് പഠിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എവിടെ നിങ്ങളായാലും ഇവൻ പറയണതും ഞാൻ സാധാരണ പറയുന്നത് മക്കളുടെ മുമ്പിൽ വെച്ച് അമ്മമാരുടെ കരയിലെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങനെ ബിഹേവിയർ പറയണ നേരം നമ്മൾ എങ്ങനെ പെരുമാറുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് എങ്ങനെ പെരുമാറുന്നു, ഞാൻ മോളോട് അല്ലെങ്കിൽ വരുന്നവരോട് എങ്ങനെ അവരത് കണ്ടൊരു ഫയലാക്കി വെക്കും.
നമ്മൾ ചെയ്യണത് അവർ കണ്ടുപിടിക്കണം, മാനേജിങ് ഫിനാൻഷ്യൽ. പിന്നെ നമ്മൾ മാറുക, ഒരാളെ മാറ്റും. അതെ, പിന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ വീട്ടമ്മമാർ ഒന്നും ചെയ്യാനില്ല, പണി കഴിഞ്ഞു. പക്ഷെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ വർക്ക്. വീട്ടമ്മയ്ക്ക് എന്താ ഒന്നും ചെയ്യാനില്ല, കഴിഞ്ഞു എന്നുള്ളത്. അതെ, ഭർത്താക്കന്മാരും പലരും പറയുന്നത് നിനക്ക് എന്താ പണി, വീട്ടിലിവിടെ ഒരു പണിയിൽ വെറുതെ ഇരിക്കണല്ലോ എന്നുള്ള ചിന്തയാണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് എന്താ നടക്കണമെന്നുള്ളത്. കാരണം അടുപ്പത്ത് പാലുണ്ടാവും, ഫോൺ വരും, മോട്ടർ ഉണ്ടാവും, ഉമ്മർത്ത് പുലർത്തിയത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ അതാണ്. അത് ഇവർക്ക് അറിയില്ല. നമുക്ക് എത്ര ലോകം ഒഴിഞ്ഞു പറ്റുന്നുള്ളൂ. സത്യം, അത് വളരെ ആളുകൾക്ക് പറ്റില്ല, വളരെ കുറവാണ്. അവര് ഷാർപ്പാണ്. പണ്ട് സ്ട്രേറ്റ് കണ്ട. അപ്പൊ ചേട്ടനോട് എന്തെങ്കിലും അൽമാരി നിൽക്കാൻ പറഞ്ഞാൽ പോലും കാണാനില്ലാന്ന് പറയും. മുമ്പിലിരിക്കുന്നുണ്ട്. കാരണം അവരിങ്ങനെ നോക്കുള്ളൂ. നമ്മുടെ വൈഡാണ്. അവര് പറയാ സത്യം. എന്നാലും കൃത്യമായിട്ട് അവിടെ എൻജോയ് ചെയ്യുക. കാരണം ഏറ്റവും മോശം എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ അടക്കളയിൽ പോകുമ്പോൾ സ്ത്രീകൾ എന്താ പറയാൻ അറിയാം, വിളിച്ചാകുമ്പോൾ തൊട്ട് പിന്നാലും എൻ്റെ ഉള്ളിൽ പറഞ്ഞത് ഞാൻ എന്താ പറയാൻ അറിയാം, ഐ എം എൻജോയിങ്, ഐ എം ലവിങ് സൂപ്പർ ആയിട്ട്. എപ്പോൾ കഴിഞ്ഞിട്ടില്ല പണിയില്ല എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ പണി കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ചെയ്തു. അല്ലെങ്കിൽ അത്രയും നല്ല പായസം ഉണ്ടാക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു കസ്റ്റ് ഒരു സമയത്ത് ഈ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരുന്ന ഒരു കേസ് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളും കാം ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പണ്ടത്തെ ടെൻഷൻ ഇല്ല, ശ്രമിച്ചിട്ടുണ്ട്, കാം ഡൗൺ ആയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോ പെർഫെക്റ്റ് എന്നുള്ള ചിന്തയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പറഞ്ഞു വരുമ്പോഴാണ് എല്ലാവരും ഏകദേശം ഇതേ കൂടെ തന്നെ കടന്നു പോയി. എല്ലാം ബേസിൽ ലവാണ്. പിന്നെ ഓരോരുത്തർ ഈച്ച് 5% ഈച്ച് പേഴ്സൺ ഡിഫറെന്റ് ഫാമിലി. ഓരോരുത്തരും നമ്മുടെ പേരിൽ ഒരുപോലെയാണ് അല്ല. അപ്പൊ ഓരോരുത്തരും അവര് അങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്ത് നമ്മളോട് 10 വർഷം പറഞ്ഞു. ആക്സെപ്റ്റ് അല്ല, വിത്ത് ലവ്. പിന്നെ പലരും പറയണത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അവസാനം പൊട്ടിത്തെറി ഉണ്ടാവാറുള്ളൂ. കാരണം വീർപ്പ് കൂട്ടാണ് നമ്മൾ തിങ്ക് ചെയ്താണ് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ. പക്ഷേ ഈസ് ലൈക്ക് അല്ലെങ്കിൽ മൈ സൺ ഇസ് ലൈക്ക് ഡോക്ടർ എങ്ങനെയാണെന്ന് പറയുമ്പോൾ സ്നേഹത്തോടെ ആകുമ്പോൾ മനസ്സിലായി നമ്മൾ പറഞ്ഞു മാറാന്ന് പറയില്ലേ. എപ്പോഴാണ് ഞാൻ ലാസ്റ്റ് 15 years ആയിട്ട് ശരിക്കും ലൈഫ് എങ്ങനെയാണ് ജീവിക്കണമെന്ന് പഠിച്ചതാണ്. ഇപ്പൊ ഞാനും ജാനും തമ്മിലുള്ള കെമിസ്ട്രി കണ്ടിട്ട് ഒരുപാട് പേര് മെയിൽ അയക്കുന്നുണ്ട്. ചേച്ചി യു ആർ ലക്കി, ജാൻ ചേട്ടനെ കിട്ടി. സിനിമയിലൊക്കെയെന്നൊക്കെ നല്ലതാണ്. കാരണം ഭയങ്കര നോർമലായിട്ട് നിങ്ങൾ അപ്പൊ ആക്ച്വലി അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തു നിങ്ങളുടെ സക്സസ് സ്റ്റോറി, എങ്ങനെയാണ് നിങ്ങൾ ഇത്ര നല്ല ഹസ്ബൻഡിന് വൈഫായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്ന പോലെ തന്നെ പൊട്ടിത്തെറികളും കാര്യങ്ങളും എന്റെ ജീവിതത്തിലും ജാന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 5 വർഷം കടന്നതിന് ശേഷം നമ്മളിങ്ങനെയായി. അപ്പൊ ഓരോരുത്തരും മെയിലായാലും എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാവരും വിചാരിക്കും ചിലപ്പോ ഞാനത് കെയർ ചെയ്യാത്തത്. നമുക്ക് എനിക്ക് മെയിൽ വഴി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് ആന്റിയുടെ ഞാൻ വന്നത് തന്നെ. അപ്പൊ ആന്റി ആണെങ്കിൽ അതിനൊരു എന്താ പറയാ ശരിക്കും പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണല്ലോ. ഈഗോ വരുമ്പോഴാണ് നമുക്ക് അവിടെ ഇത് വരുന്നത്. പിന്നെ ഒരു സ്ത്രീയാണ് റൂട്ട് ഫാമിലിയുടെ. അത് എത്ര പ്രൊഫഷണൽ ആയാലും എത്ര ഇതായാലും എത്ര പഠിച്ചിട്ടുണ്ടായാലും ആ ഒരു ഫാമിലിനെ കൂട്ടുവയ്ക്കാൻ പറ്റിയത് ഒരു ലേഡിക്കേ പറ്റുള്ളൂ. എന്തൊരു വിഷമം ഉണ്ടെങ്കിലും അവർക്കാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. സാധാരണ പറഞ്ഞു വെച്ചാൽ വുമൺ ക്യാൻ ഫോർഗീവ് പുറത്ത്. പക്ഷെ അകത്ത് മനസ്സിലെങ്ങനെ വെച്ച് നടക്കുന്നത് അതുകൊണ്ട് പതുക്കെ ഫോർഗീവ്നെസ് പ്രയറൊക്കെ ഉണ്ട്. അവരെന്തായാലും നമ്മൾ ആ സ്നേഹത്തോടെ വരുമാനത്തിന് വിഷ്വലൈസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഫ്രണ്ട് ഒരു ക്ലോസ് ഫ്രണ്ട് ഹസ്ബൻഡ് വഴക്കൂടി പോയി എന്ന് പറഞ്ഞു. ഭയങ്കര സങ്കടത്തിലെ പറഞ്ഞേ. ഞാൻ ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് വിഷ്വലൈസ് ചെയ്യും. എങ്ങനെയാണ് വേണ്ടത്, ഹസ്ബൻഡ് ഹാപ്പി ആയിട്ട് പഴയ പോലെ ചിരിച്ച് കളിച്ച് വന്നു. ഇവരെങ്ങനെ വിഷ്വലൈസ് ചെയ്യും. എത്തി കഴിഞ്ഞാൽ വിളിച്ചു സൂപ്പർ കഴിഞ്ഞിട്ടോ, ഒരു കുഴപ്പമില്ല, പഴയ പോലെ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. കാരണം നമ്മുടെ മൈൻഡ് പവറാണ് അത്. നമുക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വരാൻ പറ്റും. ആ ഒരു ജേർണി ഞാൻ പറഞ്ഞില്ലേ പതുക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ മാറ്റങ്ങളുണ്ടാവും. പിന്നെ ആക്സെപ്റ്റ് ചെയ്യാം അവരങ്ങനെയാണ്, ഞാൻ എങ്ങനെ പെരുമാറുന്നുണ്ടോ, ഞാൻ എന്തിനാ. ഇപ്പം നമ്മുടെ തോട്ട്സാണ്. പിന്നെ അവർ വേണ്ടിയില്ല, ഞാൻ പോകണം, അവിടെ ഇരുന്നോട്ടെ, ഇതൊക്കെയാണ് യൂഷ്വൽ തോട്ട്സാണ് നമ്മൾ. അതും ഒരു പ്രോസസ്സായിട്ട് പോകട്ടെ. പക്ഷെ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ അവരങ്ങനെയാണെങ്കിൽ എനിക്ക് സ്നേഹത്തോടെ പെരുമാറാൻ പറ്റും. എനിക്ക് ആ ഒരു ലവ് അവിടെ കൊണ്ടുവരണം. അതിന് മെഡിറ്റേഷനെ ഹെൽപ്പ് ചെയ്തു. കാരണം ഒത്തിരി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം, ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ചളിയിട്ട് വെച്ച് കുറച്ച് നേരം ഒന്ന് സെറ്റിൽ ചെയ്യും. അത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴുള്ള തോട്ട്സ് മുഴുവനും ചടി വരും. ചടി വരുമ്പോൾ ഇതെന്താ സംഭവിക്കണം എനിക്ക് പോകാൻ തോന്നും. പക്ഷെ എനിക്ക് പോയില്ല. ഓരോ പ്രാവശ്യം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുറേ ഫാസ്റ്റ് ക്ലിയർ ചെയ്ത് പോയിട്ടിപ്പോൾ അവസരം ഒന്നും ഇല്ലെങ്കിൽ ചിന്തിക്കാം. അത് ഒന്നിനെ ക്ലാസ്സിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തോട്ട്സ് അല്ലെങ്കിൽ പാസ്റ്റിൻ്റെയോ വിഷമങ്ങളോ ഒന്നും ഇല്ലപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ല ആ ഒരു ഓൾമൈറ്റി ക്രിയേറ്റർ ആയിട്ടുള്ളൊരു ബന്ധം അത് പുലർത്തുമ്പോൾ സ്റ്റഡി ആയിട്ട് പോകും. അവിടെ ആ ദൈവമാണ് ഇവരെ വിളിക്കുന്നത്. കം ടു മീ എന്നുള്ളൊരു കോളാണ് അവിടെ കിട്ടുന്നത്. അത് ആ ഒരു സ്പിരിച്വാലിറ്റിക്ക് പോകാനുള്ളൊരു വഴി കൂടിയാണത്. അതുകൊണ്ട് ആരെ പറ്റി ചിന്തിക്കാനൊന്നുമില്ല ഇപ്പൊ എനിക്ക്. അല്ലെ നമ്മൾ എനിക്ക് മനസ്സിലാക്കിയുള്ള കാര്യം നമ്മൾ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ എവിടെ എത്തുന്നില്ല സംഭവങ്ങൾ. പിന്നെ ഞാൻ എന്തിനാ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചിന്തിക്കുന്നത്, അതിപ്പോ വേറെ എന്തെങ്കിലും കാര്യം അപ്ലൈ അത് മാറ്റി നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നത്. എന്തൊരു പ്രോബ്ലം വന്നാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് നെക്സ്റ്റ്. പിന്നെ ക്രിറ്റിസിസം വരുമ്പോൾ പിള്ളേർക്കായാലും നമുക്കായാലും പറഞ്ഞു
എനിക്കതിൽ വലിയ കറക്ഷൻ ചെയ്യാനുണ്ടെന്ന് തോട്ടിട്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ചേട്ടൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ കറക്ഷൻസ് ആണ് അവിടെ. അപ്പൊ മുമ്പൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് തോന്നി ദിസ് ഇസ് ദ ബെസ്റ്റ് മാസ്റ്റർ ഫോർ മീ ടു മേക്ക് എ ഔട്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും കൂടി കാരണമാണ് എത്രയും ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അക്സെപ്റ്റ് ചെയ്യാം. ഇല്ല, നമ്മുടെ വിജയത്തിന് പറയൂലല്ലേ. അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ സമ്മതിച്ച് തരുന്നുണ്ടല്ലേ ആന്റി. കാരണം ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ലെസൺസ് പഠിക്കും. അത് നമുക്ക് പുറത്തേക്ക് എടുക്കാനും പിന്നെ ഒരു ഹയർ ലെവലിൽ എത്താനും ഒരു മെസ്സേജ് കൂടിയാണ്. അല്ല, ഞാൻ ചിന്തിക്കത്തില്ല ഞാൻ. അപ്പൊ ഇപ്പൊ ആന്റിനെ മീറ്റ് ചെയ്യാനിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു എവിടെ നമ്മൾക്ക് അറിയാത്ത ആൾക്കാരാണ് ഇവിടെ വന്ന് കാണാനും ഇതേപോലെ. അതേ വിചാരിച്ചേ എന്തോ ഒരു ബാലൻസ് കിടക്കുന്നുണ്ട് ബാലൻസ് ഷീറ്റിൽ വീണായിട്ട്. അതായിരിക്കും വീണ പറഞ്ഞത്. ഇനിയും എന്തായാലും വരും. ഞാനിപ്പോ പറഞ്ഞു എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് വന്ന് നമ്മുടെ വീണസ്ഥകളിൽ കമന്റ് ഇടുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ കമന്റ് ആന്റിയുടെ, അതായത് എല്ലാവരും നമുക്ക് കമന്റ് ഇടാറുണ്ട്. പക്ഷെ ചിലവരുടെ കമന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കിംഗ് ആണ്, ഒരു പാറ്റേൺ ഉണ്ട് ആന്റിയുടെ കമന്റ്സ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കും. ആദ്യത്തെ രണ്ട് കമന്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും ജാൻ പോലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ശ്രീദേവി ഹരിദാസുള്ള പേര് ജാൻ അറിയാം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പോ ആന്റി ആണല്ലോ. അപ്പൊ അതാണ് നമ്മളെ എങ്ങനെ വേണമെങ്കിലും. ഇപ്പൊ ഞാൻ ഒരുപാട് പേര് എന്നെ അടുത്ത് മെസ്സേജ് അയക്കാറുണ്ട്. ഇങ്ങനെ പറയും ചേച്ചി എന്റെ പേര്, അതായത് രശ്മി എന്ന് പറഞ്ഞ പേര് ആന്റി ഒരുപാട് രശ്മിമാരുണ്ടാവും, മനസ്സിലായോ? അപ്പൊ എല്ലാവരും ചേച്ചി ഗുഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കമന്റ് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ഏത് രശ്മിയാണെന്ന് എനിക്കറിയില്ല. അതേസമയം ആന്റിയുടെ പേര് ഒന്നാമത്, പിന്നെ മാത്രമല്ല ആ ഒരു പാറ്റേൺ ഓഫ് കമന്റിംഗ് എന്നുള്ളത് നമുക്ക് ശരിക്കും സ്ട്രൈക്കിംഗ് ആണ്. അത് എൻജോയ് ചെയ്യണം കമന്റ് ചെയ്യാൻ. ഇഷ്ടപ്പെട്ട് നോക്കി കമന്റ് ചെയ്യാൻ. അതെ, അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആന്റിയുടെ അടുത്ത് ഇങ്ങനെ എത്തിപ്പെട്ടപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ആന്റി ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റുമോ അതോ നമുക്ക് www.atmafoundation.org ഓഫീസ് ഫോൺ നമ്പർ ഉണ്ട്. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു സെഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ ജാൻ? അപ്പൊ ഒരുപാട് സന്തോഷം ആന്റി. അപ്പൊ ഇതുപോലെ മുന്നോട്ട് പോവുക. ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. മുന്നോട്ട് പോട്ടെ. മെയിൻ ബ്ലെസ്സിംഗ് ആണ് ജേണി. ജാനും മക്കൾക്ക് എല്ലാവർക്കും, പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി സപ്പോർട്ട് ചെയ്ത് ആൾറെഡി മൈൻഡ് മാസ്റ്റേഴ്സ് എല്ലാവരും പേരെടുത്ത് പിന്നെ ഞാൻ പറയുന്നില്ല, എല്ലാവരും പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ആരെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളോടും എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ഫോർ മേക്കിംഗ് മീ റീച്ച് ദി സ്റ്റേജ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ലവ് യു. ആന്റി ഇതാണ് അങ്കിള്. ഹായ്. ആന്റി എവിടെ പോയി? ശ്രീദേവിയുടെ ഹസ്ബൻഡ് പറഞ്ഞ ഭർത്താവിനെ പരിചയപ്പെടുത്താൻ കേട്ടോ. ഇത് ഭർത്താവ് ക്യാപ്റ്റൻ ഹരിദാസ് നായർ.